ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡല പര്യടനം ആരംഭിച്ചു. നമ്മുടെ രാജ്യം അപകടാവസ്ഥയിലാണെന്നും മതനിരപേക്ഷത സംരക്ഷിക്കേണ്ടത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പാർലമെന്റ് അംഗങ്ങൾ തയ്യാറായില്ല. അപ്പോഴെല്ലാം അവർക്ക് താല്പര്യം സർക്കാരിനെ കുറ്റപ്പെടുത്തലായിരുന്നു. ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ സ്വീകരിച്ചു. ആ നടപടികള് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകാതിരിക്കണമെന്ന വാശിയോടെയായിരുന്നു. ഇവിടെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. കേരളമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ സാമൂഹ്യക്ഷേമ പെൻഷന് തുടക്കം കുറിച്ചത്. അന്ന് എന്തിനാണ് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. വലിയ തോതിൽ അതിനെ വിമർശിച്ചവരുണ്ടായിരുന്നു. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മുന്നണി എന്ന നിലക്ക് LDF എടുത്ത നിലപാടുകൾ ഉറച്ചു നിന്നു. ഇപ്പോഴല്ല, ദശാബ്ദങ്ങൾ പിറകിൽ അത് തുറന്നു വന്നു. നാം തുടങ്ങിയത് മറ്റു പലർക്കും പിന്നീട് അനുകരിക്കേണ്ടി വന്നു. ഇതിന്റെ ഫലം എന്താണ്? രാജ്യത്തിന്റെ മൊത്തമായ അവസ്ഥ നോക്കണം. ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യം ദരിദ്രരുടെ രാജ്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 107 സ്ഥാനത്താണ്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ആ പട്ടികയിലുള്ളൂ. അത്ര വലിയ ദരിദ്രരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇത് 108 നിന്നോ 110 നിന്നോ 107 ആയതല്ല. 55 സ്ഥാനത്ത് നിന്ന് 107 ഉയർന്നതാണ്. നയമാണ് പ്രശ്നം. ആ നയം ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയമായിരുന്നില്ല. ആ നയം സമ്പന്നർക്ക് വേണ്ടിയുള്ളതായിരുന്നു. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, അതിനുള്ള സാമ്പത്തിക നയമാണ് ഇവിടെ നടപ്പാക്കിയത്.